നമസ്കാരം. പോരാളി ഷാജി എന്ന സൈബർ സംഘത്തിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് CPM. പോരാളി ഷാജിയുടെ അഡ്മിൻ ആരെന്ന് വെളിപ്പെടുത്തണമെന്നും മറനീക്കി പുറത്തു വരണമെന്നുമാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈബർ സംഘങ്ങളും CPMുമായി പോര് കനത്തത് പാർട്ടി അണികളുടെ ഇടയിലും ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സാമൂഹിക മാധ്യമത്തിലെ പല ഗ്രൂപ്പുകളെയും വിലയ്ക്ക് വാങ്ങിയെന്നാണ് ജയരാജൻ പറഞ്ഞത്. പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ തുടങ്ങിയ പേരുകൾ എടുത്തു പറയുകയും ചെയ്തു. വൈകാതെ കടുത്ത വിമർശനവുമായി പോരാളി ഷാജിയുടെ ഫേസ്ബുക്കിൽ CPMനെതിരെ പോസ്റ്റ് വന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല, വാങ്ങുകയുമില്ല. പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുമില്ല. നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കാനും അതിന് പറ്റില്ലെങ്കിൽ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു ആ കുറിപ്പിൻ്റെ ചുരുക്കം. പിന്നാലെയാണ് MV ജയരാജൻ വ്യാഴാഴ്ച പത്രസമ്മേളനം നടത്തിയത്. ജയരാജൻ പറഞ്ഞത്, പോരാളി ഷാജി എന്ന പേരിൽ എത്ര പേജുകളുണ്ട്? യഥാർത്ഥ പോരാളി ഷാജിയാണോ അതോ വ്യാജനാണോ എന്ന് നമുക്കറിയില്ല. അതിൻ്റെ അഡ്മിൻ ആരാണ്? അയാൾ പുറത്തു വരട്ടെ. LDFന് അനുകൂലമാണ് ഇവരുടെ നിലപാടെങ്കിൽ ആരാണെന്ന് തുറന്നു പറയാൻ എന്താ അഡ്മിന് മടി? എൻ്റെ വാർത്താ സമ്മേളനം കാണുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ പുറത്തു വരണം, ധൈര്യത്തോടെ പറയണം പോരാളി ഷാജി ആരാണെന്ന്. ഒരു പോരാളി ഷാജിയെക്കുറിച്ചും പാർട്ടിക്ക് അറിവില്ല. ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടുള്ള പോസ്റ്റുകളല്ല പലപ്പോഴും കൊടുക്കുന്നത്. കൊണ്ടോട്ടി സഖാക്കൾ എന്ന പേരിൽ ഒറിജിനലുമുണ്ട്, വ്യാജനുമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യാജനിൽ പാർട്ടി വിരുദ്ധമായ പോസ്റ്റുകൾ വരുന്നുണ്ട്. സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സാമൂഹിക മാധ്യമങ്ങൾ വഴിയല്ല. ഇതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് കാരണം തങ്ങളാണെന്ന് MV ജയരാജന്റെ കുറ്റപ്പെടുത്തലിന് മറുപടിയുമായി ഇടത് സൈബർ പേജായ പോരാളി ഷാജിയും രംഗത്തെത്തി. അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ജനങ്ങളെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചാണ് ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് കാരണമെന്നും തങ്ങളല്ല അതിന് കാരണമെന്നും പോരാളി ഷാജി ഫേസ്ബുക്കിൽ കുറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടതുവിരുദ്ധ പ്രചാരണങ്ങളാണെന്നായിരുന്നു ജയരാജൻ പറഞ്ഞത്. യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിൻ്റെ ദുരന്തം തെരഞ്ഞെടുപ്പിലെ പാർട്ടിക്കുണ്ടായി. സാമൂഹിക മാധ്യമങ്ങളിലെ ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളെ വിലക്കെടുക്കുന്ന ചെങ്കോട്ട, പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുണ്ട്. ആദ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷ അനുകൂലമായ വാർത്തകൾ വരുമെങ്കിലും പിന്നീട് ഇടത് വിരുദ്ധ പോസ്റ്റുകൾ വരും. ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ്. ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണം എന്നാണ് ജയരാജൻ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് അല്ല കയറേണ്ടതെന്ന തലക്കെട്ടിൽ പോരാളി ഷാജി പേജിൽ ജയരാജൻ അക്കമിട്ട് മറുപടി നൽകിയിരിക്കുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കണമെന്ന് കുറിപ്പിൽ പറയുന്നു. അതേസമയം ഇടതു തോൽവി സംബന്ധിച്ച് ഇടത് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും രണ്ടഭിപ്രായമാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ തള്ളിക്കൊണ്ടാണ് ഇടത് സെക്രട്ടറി ഗോവിന്ദൻ പെരിന്തൽമണ്ണയിൽ നടത്തിയ പ്രസംഗം. EMSന്റെ ലോകം ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ഗോവിന്ദൻ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡറുകളിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ നല്ല തിരുത്തലുകൾ നടത്താനാകൂ. സംഘടനാ രംഗത്തും തിരുത്തലുകൾ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും. നല്ലപോലെ തിരുത്തുമെന്നും ഒരു സംശയവും വേണ്ടെന്നുമാണ് MV ഗോവിന്ദൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റിട്ട് ജയിച്ചെന്ന് പറയുന്നതിൽ കാര്യമില്ല. തോൽവിയുടെ കാരണം കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകും. 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ കൊടുത്തു തീർക്കാനായിട്ടില്ല. അധ്യാപകർക്കുള്ള DA പൂർണ്ണമായും കൊടുത്തിട്ടില്ല. ദുർബല ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും കൊടുക്കാനായില്ല.
കൈത്തറി തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർക്ക് കൃത്യമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സാമ്പത്തിക പരാധീനത കാരണം നൽകാനായില്ല.